ഹലോ, നല്ല നമസ്കാരം. മലയാള സിനിമയിൽ എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില കോമ്പിനേഷനുകൾ ഷകീർ കബീർ തിരക്കഥ എഴുതുന്നു, കുഞ്ചാക്കോ ബോബൻ നായകനാകുന്നു, കിരൺ ദാസ് സംവിധാനം ചെയ്യുന്നു. കേൾക്കുമ്പോൾ തന്നെ ഒരു ഗംഭീര സിനിമാ അനുഭവമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ ഒരു വലിയ വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഉന്മാദം എന്ന് പറയുന്ന സിനിമ കണ്ടത്. അപ്പോൾ തിയേറ്റർ വിട്ട് പുറത്തിറങ്ങുമ്പോൾ ആ സിനിമ നമുക്ക് എന്താണ് നൽകുന്നത്? ഒപ്പമുണ്ടായിരുന്ന പ്രതീക്ഷകൾ കാത്തുസൂക്ഷിച്ചോ, ചിത്രത്തിന് കഴിഞ്ഞോ അല്ലെങ്കിൽ പരാജയമായിരുന്നോ എന്ന് വിശദമായിട്ട് നമുക്ക് ഒന്ന് ആഴത്തിൽ പരിശോധിക്കാം. ആദ്യം തന്നെ കഥയിലേക്കൂടെ ആ ഒരു പശ്ചാത്തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പോലീസ് വകുപ്പിൽ സിവിൽ പോലീസ് ഓഫീസറായിട്ട് ജോലി ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യൻ. ചിത്രത്തിലെ നായകനായിട്ടുള്ള കുഞ്ചാക്കോ ബോബന്റെ കഥാപാത്രം ഒരേ സമയം തന്റെ ജോലിയുടെ ഭാരവും കടുത്ത മാനസിക സമ്മർദ്ദവും ചുമലിലേറ്റുന്ന ഒരാൾ. ഇതിനോടൊപ്പം തന്നെ കരിയറിലെ സ്വന്തമായി ഒരു സിനിമ സ്ക്രിപ്റ്റ് എഴുതി സംവിധാനം ചെയ്യണമെന്ന വലിയൊരു ആഗ്രഹവും അയാൾക്കുള്ളിലുണ്ട്. നമുക്കറിയാം ഷഹീർ കപൂർ എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് റൈറ്റർ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ജോസഫ് ആയിക്കോട്ടെ, നായാട്ടായിക്കോട്ടെ, റോന്ത് തുടങ്ങിയ സിനിമകളൊക്കെ പോലീസുകാരുടെ ജീവിതവും അവരുടെ ഉള്ളിലെ ആ ഒരു ഡ്രസ്സും വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. അതേ ലെവലിൽ തന്നെയാണ് ഇവിടെയും പോലീസുകാർ കടന്നു പോകുന്നത്. അവരുടെ മാനസികാവസ്ഥയും അവരുടെ ആ ഒരു ടോക്സിസിറ്റിയുടെ ആ ഒരു ലെവലും ഒക്കെ കൃത്യമായിട്ട് തന്നെ ഈ സിനിമയിൽ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സിനിമയുടെ ഒരു മേക്കിംഗ് സ്റ്റൈലിലേക്ക് വരുമ്പോൾ ഇതൊരു സാധാരണ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മാത്രമല്ല, ഇതൊരു സൈക്കോളജിക്കൽ മിസ്റ്ററിയും ഒപ്പം ചെറുതായിട്ട് ചില സ്ഥലങ്ങളിൽ ഹൊറർ, ഒരു സൂപ്പർ നാച്ചുറൽ ടച്ചും ഒക്കെ ചേർന്ന ഒരു മൾട്ടി ജോണർ ചിത്രമാണ്. സിനിമയുടെ തുടക്കമൊക്കെ വളരെ ഫ്രഷ് വൈബായിട്ടാണ് എനിക്ക് തോന്നിയത്. മിസ്റ്ററിയൊക്കെ പതുക്കെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുവാൻ സംവിധാനം ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു ഇന്റർവെല്ലിലെ ബ്ലോക്കൊക്കെ നല്ല ഗംഭീരമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തൊരു വലിയ ഒരു ആകാംക്ഷ പ്രേക്ഷകരിൽ ഉണ്ടാക്കാൻ ചിത്രത്തിന് പലയിടത്തും സാധിച്ചിട്ടുണ്ട്. പക്ഷേ അത് നെഗറ്റീവ് പറയാം. ഇനി സിനിമയുടെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് അഭിനയം തന്നെയാണ്. കുഞ്ചാക്കോ ബോബൻ എന്ന് പറഞ്ഞ ഒരു നടൻ തേഞ്ഞ് 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 ഇങ്ങനെ ഒരു പവിഴം പോലെ ഗംഭീരമായിട്ട് തിളങ്ങുകയാണിപ്പോൾ. ആ നടന്റെ ഒരുപക്ഷെ കരിയറിലെ തന്നെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു മികച്ച പ്രകടനം ഒന്നായിരിക്കും. ജീവിതത്തിന്റെ സക്സസ് ആവാതെ സ്ക്രീനിൽ പിന്നെ അദ്ദേഹം അനുഭവിക്കുന്ന ഒരു ഫീല്, ശരിക്കും ആ ഒരു അവസ്ഥ ഗംഭീരം. ചാക്കോച്ചന്റെ കീട്ടിലം പെർഫോമൻസും. ഇനി അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് വന്നിട്ടുള്ള ലിജോമോൾ ജോസും ഭർത്താവിനോടൊപ്പം ആ ഒരു സ്നേഹവും കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ കാരണം ഉണ്ടാവുന്ന ആ ഒരു ഫ്രസ്ട്രേഷനും ആ ഒരു ദേഷ്യവും ഒക്കെ ലിജോ സ്ഥിരം ആ ഒരു സ്റ്റൈലിലാണെങ്കിൽ പോലും ഗംഭീരമായിട്ട് തന്നെയാണ് സ്വാഭാവികമായിട്ടുള്ള അഭിനയത്തിലൂടെ പിന്നെ നമ്മളിലേക്ക് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു റിയലിസ്റ്റിക് ഇത് സുഖമായിട്ട് എനിക്ക് തോന്നി. സുധീഷ്, കോട്ടയം നസീർ, സാബുമോൻ തുടങ്ങിയ കുറേ ആൾക്കാരും ഉണ്ട്. അവരും അവരുടെ റോളുകളൊക്കെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൊറോട്ട നാടകത്തിന്റെ അതിലെ നായികയും ഇതിലുണ്ട്. ഓക്കെ, സാങ്കേതിക വശങ്ങളിലേക്ക് വരുമ്പോൾ മുജീബ് മജീദിന്റെ സംഗീതം കിടിലം സാധനം. പശ്ചാത്തല സംഗീതവും അദ്ദേഹത്തിന്റെ ആ ഒരു സാധനം പാട്ടും ഒക്കെ വലിയൊരു ഇതായിട്ട് തോന്നി. ഇൻവെസ്റ്റിഗേഷൻ മൂഡിനും സസ്പെൻസും നിലനിർത്താനും മുജീബിന്റെ ബീജത്തിന് നന്നായിട്ട് തന്നെ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അർജുൻ സേതുവിന്റെ ഡിഒപിയും കിരൺ ദാസിന്റെയും അതോടൊപ്പം തന്നെ ജിതിൻ സ്റ്റാൻസ്ലാസിന്റെയും എഡിറ്റിംഗ് സിനിമയുടെ ആ ഒരു സ്ലോ പേസിംഗിന് പൂർണ്ണമായിട്ടും നീതി പുലർത്തി എന്ന് തന്നെ പറയാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇതിന്റെ നെഗറ്റീവ് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് സിനിമയിൽ കുറച്ചടുത്ത്, അതായത് എനിക്ക് തോന്നുന്നത് ഇതൊരു സ്ലോ പേസിംഗ് ചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ പല സീനുകളിലും പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിലെ ആ ഒരു കുടുംബ ബന്ധങ്ങളുടെ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, ഡ്രാഗായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഷാഹി കപൂർ എന്ന് പറയുന്ന എഴുത്തുകാരനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മാസ് ലെവൽ അല്ലെങ്കിൽ ഒരു വേറിട്ട നിലവാരം ഈ ഇതിലെ കേസ് അന്വേഷണത്തിലും ട്വിസ്റ്റുകളിലും ഉണ്ടായില്ല എന്നുള്ളതാണ്. സിനിമ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇനി അടുത്തത് എന്താണ് എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ക്ലൈമാക്സ് ആകുമ്പോൾ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു വൗ ഫാക്ടർ നിലനിർത്തുന്നതിൽ തിരക്കഥ അത്ര ദഹിച്ചില്ല, അല്ലെങ്കിൽ നന്നായില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ സ്കോറും പിന്നെ അതിനോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്ന ആ പല്ലിയുടെ സാധനമൊക്കെ എന്തിനാണ് ഇത്രയും തവണ അത് കാണിക്കുന്നതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടിയില്ല. 1-2 പ്രാവശ്യമൊക്കെ കാണിക്കുക, എത്ര പ്രാവശ്യം, ഒരു 7 പ്രാവശ്യമെങ്കിലും സ്ക്രീനിൽ അത് വന്നു ആ സാധനം. അത് ഒരുപാട് ആവർത്തനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്തായിരുന്നാലും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസ് കൊമേഴ്ഷ്യൽ ചിത്രമല്ല, എന്നാൽ തിയേറ്ററിൽ പോയി ഒരു പ്രാവശ്യം കാണാൻ പറ്റുന്ന ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ അനുഭവം തന്നെയാണ് ഈ സിനിമ നൽകുന്നത്. പിന്നെ അതോടൊപ്പം ചാക്കോച്ചന്റെ നല്ലൊരു അഭിനയം, പ്രകടനം കാണാം. അങ്ങനെയുള്ളവർക്ക് മാത്രം വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു ചിത്രമായിട്ടാണ് എനിക്ക് ഉന്മാദം അനുഭവപ്പെട്ടത്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. താങ്ക്